വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്നലെ നമുക്ക് രണ്ട് ഗ്രൂപ്പിൽ നിന്ന് ഓരോ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് മത്സരം കാനഡ വേഴ്സസ് ബോസ്നിയ ആയിരുന്നു. ആ മത്സരത്തിൽ എൻറ്റയർലി കാനഡക്ക് ഹോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള ടീമാണ് കാനഡ. അപ്പോൾ സ്റ്റാർട്ടിംഗ് മുതലേ ഷോർട്ട് പാസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഗെയിം ഫുള്ള് അവർ തന്നെയായിരുന്നു. അവർ കളം നിറഞ്ഞു നിന്ന ഒരു ഗെയിമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ലീഡ് എടുത്തത് ബോസ്നിയയാണ്. കാരണം അവർ കുറച്ചും കൂടി ഹൈ ലൈൻ ലോങ് റേഞ്ച് പാസുകളുമായിട്ടായിരുന്നു അവരുടെ ഗെയിം സ്റ്റൈൽ. കുറച്ച് ഹൈറ്റുള്ള അഡ്വാൻറ്റേജ് ഉള്ള ആൾക്കാരാണ് അവരുടെ എല്ലാ പ്ലേയേഴ്സും. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിലായിരുന്നു അവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു ഹെഡറിലൂടെ തന്നെയാണ് ഫസ്റ്റ് ലീഡ് എടുത്തത്. പക്ഷെ കളി എൻറ്റയർലി കാനഡയുടെ കയ്യിലായിരുന്നു. അവരാണ് ഷോർട്ട് പാസിലൂടെ ഫുള്ള് എല്ലാ എൻറ്റയർ ഗെയിം അവരുടെ കയ്യിലായിരുന്നു. മാച്ച് അവരുടെ അറ്റാക്ക് ആയിരുന്നു. ഷോർട്ട് പാസിലൂടെയുള്ള നല്ല ഭംഗിയുള്ള അറ്റാക്ക് ആയിരുന്നു കാനഡ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് മാത്രമല്ല, കാനഡക്ക് ഹോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് ആതിഥേയർ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് അവർക്ക് ഒരുപാട് കാണികളുടെ ഒക്കെ അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. പക്ഷെ അവർക്ക് സ്കോർ ഡ്രോ ആക്കാൻ കഴിഞ്ഞത് 72ാമത്തെ മിനിറ്റിലാണ്. അതുവരെ കാനഡ ഒരുപാട് അറ്റാക്ക് നടത്തി ബോസ്നിയ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് ചേർത്ത് നിന്നു. അവസാന മാച്ച് 1-1 ഡ്രോയിൽ പിരിയുകയാണ് ഉണ്ടായത്. രണ്ടാമത്തെ ഏർലിംഗ് മോർണിംഗ് മാച്ച് ഉണ്ടായിരുന്നത് USA ആൻഡ് പാരഗ്വേയാണ്. രണ്ടും ശക്തരായ ടീമുകളാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ടൈറ്റ് മാച്ചാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ കംപ്ലീറ്റ്ലി USAയുടെ ഡോമിനൻസ് ആയിരുന്നു കളിയിൽ. 4-1 USA പാരഗ്വയെ തകർത്തത്. മാത്രമല്ല, അവരും ഇതുപോലെ ഹോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. അവർ ആ അഡ്വാൻറ്റേജ് നല്ല രീതിയിൽ മുതലെടുത്തു. USA 4-1 4 ഗോളുകളാണ് ടോട്ടൽ സ്കോർ. ഇതുവരെ നടന്നതിൽ ഏറ്റവും ഹൈ സ്കോറിംഗ് മാച്ച് ആയിരുന്നു അത്. കംപ്ലീറ്റ്ലി USAയുടെ അറ്റാക്ക് ആയിരുന്നു. പാരഗ്വയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പൊസിഷനിലായാലും അറ്റാക്കിങ്ങിലായാലും ഷോട്ടിലായാലും എല്ലാ കാര്യങ്ങളിലും USA ആയിരുന്നു. കംപ്ലീറ്റ് ഒരു യൂറോപ്യൻ ശൈലിയിലുള്ള ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ വിങ്ങിലൂടെയുള്ള അറ്റാക്കുകളായിട്ട് USA പാരഗ്വയെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, അവിടെ ഡോമിനേറ്റ് ചെയ്തു. അപ്പോൾ സ്കോർ നില എങ്ങനെയെന്ന് പറഞ്ഞാൽ കാനഡയുടെ ഗ്രൂപ്പിൽ കാനഡയും ബോസ്നിയയും ഓരോ പോയിന്റ് വീതം നേടി ഗ്രൂപ്പിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. USAയുടെ ഗ്രൂപ്പിലാണെങ്കിൽ 4-1 വിജയത്തോടു കൂടി USA 3 പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുക. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ഓരോ കളികൾ ഓരോ റൗണ്ട് മാച്ച് ഇനി ബാക്കിയുണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും, അത് ആ മാച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഗ്രൂപ്പിലെ സ്ഥാനങ്ങൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് പുറത്തു വരാൻ കഴിയും. ഓക്കെ, അപ്പോൾ കൂടുതൽ മാച്ച് റിസൾട്ടും കാര്യങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, സോ സി